13 വർഷങ്ങൾ 3 ദൃശ്യങ്ങൾ ഒരേ ഒരു ജോർജ് കുട്ടി. ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ് എന്ന ടൈറ്റിലിൽ എത്തിയ ദൃശ്യം 3 ജിത്തു ജോസഫ് എന്ന തിരക്കഥാകൃത്തിന്റെ കൈകളിൽ പിറന്ന ഒരു ദൃശ്യവിസ്മയം. ഒരു 4ാം ക്ലാസ്സുകാരന്റെ ഈ 3ാം വരവ് മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന്റെ അടയാളപ്പെടുത്തലാണ്. മലയാള സിനിമയിലെ ക്രൈം ത്രില്ലറുകളുടെ നിർവചനം തന്നെ മാറ്റിയെഴുതിയ ചിത്രമായിരുന്നു ദൃശ്യം 1. ആ ചിത്രം അവസാനിക്കുമ്പോൾ ജിത്തു ജോസഫ് എന്ന തിരക്കഥാകൃത്ത് തന്റെ വ്യക്തിമുദ്ര മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയിരുന്നു. മലയാളികൾ അന്നുവരെ കാണാത്ത ദി റിയൽ ക്ലാസിക് ക്രൈം ത്രില്ലർ. ദൃശ്യമിറങ്ങി 7 വർഷങ്ങൾക്കു ശേഷമായിരുന്നു ജോർജ് കുട്ടിയുടെ ആ 2ാം വരവ്. ദൃശ്യം ആരാധകരെ ഒന്നടങ്കം അമ്പരപ്പിച്ച ദി ജിത്തു ജോസഫ് ബ്രില്യൻസ്. ഇനിയൊരു 3ാം വരവ് അസാധ്യമെന്ന് പ്രേക്ഷകർ ചിന്തിച്ച നിമിഷം ജോർജ് കുട്ടിയുടെ 3ാം വരവ് സംവിധായകൻ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ദൃശ്യം 3 ഹാപ്പൻഡ് ആൻഡ് ജോർജ് കുട്ടി റിട്ടേൺസ്. ദൃശ്യം 2 ഒരു അവസാനം തന്നെയായിരുന്നുവെന്ന് സംവിധായകനും പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ അതിനുമപ്പുറം ജോർജ് കുട്ടി എന്ന ആ സാധാരണ മനുഷ്യനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് ദൃശ്യം 3. ആദ്യ പകുതിയിലെത്തുന്ന പ്രതിനായകന്റെ എൻട്രി ദൃശ്യം 3യുടെ ഗിയർ ഷിഫ്റ്റിംഗ് മൊമെന്റ് ആയിരുന്നു. അതുവരെ കൃത്യമായ ഒരു പേസിൽ പോയ ചിത്രം അവിടെ നിന്നങ്ങോട്ട് ടോപ്പ് ഗിയറിലേക്ക്. ഒരു ദൃശ്യം ആരാധകൻ കാത്തിരുന്ന ഗ്രേറ്റസ്റ്റ് റൈവൽറി ആൻഡ് ദി മോസ്റ്റ് ഡിസേർവിംഗ് വില്ലൻ. പുതിയ കഥാപാത്രങ്ങളുടെ അനാവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ ഇല്ല. മുൻ ദൃശ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ കൃത്യമായ പ്ലേസ്മെന്റുകൾ. ദൃശ്യം 3 എന്നത് ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ തന്നെയാണ്. മുൻ ദൃശ്യങ്ങളിലേതുപോലെയുള്ള വമ്പൻ ട്വിസ്റ്റും സസ്പെൻസും ഉണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ട. പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ കണ്ടാൽ ദൃശ്യം 1ന്റേതിന് സമാനമായ ഒരു ദൃശ്യാനുഭവം തന്നെ ലഭിക്കുമെന്നതിൽ സംശയവുമില്ല. ഒരുപക്ഷെ അതിനുമപ്പുറത്തേക്കുള്ള ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനാണ് ദൃശ്യം 3. ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഇന്ന് അനുഭവിക്കുന്ന വൈകാരിക നിമിഷങ്ങൾ അതേ തീവ്രതയിൽ തന്നെ കൊണ്ടുവരാൻ ചിത്രത്തിന് സാധിച്ചു. ചിത്രത്തിൽ ഡയലോഗുകൾ ഇല്ലാതെ തന്നെ ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസ് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അതേ തീവ്രതയോടെ, അതേ ആഴത്തിൽ. ഇന്ന് അയാളെ തന്നെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. തന്റെ കുടുംബത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ ശപഥമെടുത്ത മനസ്സാണ് അയാളുടേത്. എന്നാൽ ആ മനസ്സ് ഇടറുന്നത് നമുക്ക് കാണാം. തന്റെ പിന്നിൽ ആരൊക്കെയാണുള്ളത് എന്ന് അറിയാതെ ആരിൽ നിന്നുമൊക്കെയോ അയാൾ കുടുംബത്തിന് കാവലായി മാറുന്നു. ജോർജ് കുട്ടിയും ഒരു അച്ഛനാണ്. നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുള്ള പ്രതിരോധം ഇന്നയാൾക്ക് ബുദ്ധിമുട്ടേറിയതാണ്. മറ്റെന്തിനേക്കാളും മക്കൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഒരുക്കാൻ ശ്രമിക്കുന്ന അയാൾക്ക് മറ്റു 2 ദൃശ്യങ്ങളിലേതിന് സമാനമായ പ്രതിരോധം തീർക്കാൻ സാധിക്കുന്നില്ല. 2ാം ഭാഗത്തിൽ ജോർജ് കുട്ടിയെ സഹായിച്ച കഥാപാത്രങ്ങളുടെ ചില ചുവടുമാറ്റങ്ങൾക്ക് ചിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. താൻ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ പശ്ചാത്താപം, തന്റെ കുടുംബത്തെ നിയമത്തിനു മുന്നിൽ വിട്ടു നൽകില്ല എന്ന ഒരു അച്ഛന്റെ ദൃഢനിശ്ചയം. എന്നാൽ ഒരു നാൾ പിടിക്കപ്പെടും എന്ന തിരിച്ചറിവ് ഇന്ന് അയാളെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചിരിക്കുന്നു. ദൃശ്യം 3 പ്രഖ്യാപിച്ചതു മുതൽ ജിത്തു ജോസഫ് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ദൃശ്യം 3 ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ. ഒരു പരിധിക്കപ്പുറം ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശയാകും ഫലം. അതുതന്നെയാണ് ദൃശ്യം 3. ചിത്രം അവസാനിക്കുമ്പോൾ ദൃശ്യം 1ൽ അയാൾ തന്റെ കുടുംബത്തിന് നൽകുന്ന ഒരു വാക്കുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകാം, നീയും നമ്മുടെ മക്കളും ജയിലിൽ പോകില്ല. That's it. This is Drishyam 3, a film by Jithu Joseph.